ഹലോ ഗൈസ്, ഇന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് ചോറിനാൻ നേരത്താണ് പറയണത് രണ്ടാൾക്കാർ ചോറൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. മൂന്നാമത്തെ ആളാണെങ്കിലോ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, കറികളുമില്ല. അത് കേട്ടപ്പോൾ പിന്നെ സാറ് പറഞ്ഞ് നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കുക എന്നുള്ളത്. പോകുന്നത് എങ്ങണ്ടാ അറിയോ? അയിനിച്ചിറയിലേക്കാട്ടോ. ഏതോ കല്യാണത്തിന് വന്നിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയൊന്നും തെറ്റിദ്ധരിക്കണ്ടട്ടാ. ഇതൊക്കെ ചോറിനാനായിട്ട് വന്നിട്ടുള്ള വണ്ടികളാണ്. 3 ഹോട്ടലുകളെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു ഏരിയ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ 12 തൊട്ടിട്ട് ഒരു 3 മണി വരെ ഭയങ്കര തിരക്കാവും ഇവിടെ. ഞങ്ങൾ എന്തായാലും കയറിയത് കായലോരം എന്ന് പറഞ്ഞ കടയിലാട്ടാ. പോയ സമയത്ത് അവിടെയും തിരക്ക് തന്നെയായിരുന്നു. താഴെ ഫുള്ളായിരുന്നു. പിന്നെ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെയും ഫുള്ള്. പിന്നെ ഒന്നും നോക്കിയില്ല. നല്ല തിരക്കുള്ള കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണല്ലോ ഇങ്ങനെ ആൾ നീക്കിടി നോക്കിയിട്ട് ബാക്കിൽ പോയി നിൽക്കൽ. അതേപോലെ കുറച്ച് നേരം ഞങ്ങൾ ഈ സീറ്റ് ഒഴിഞ്ഞും കാത്തിട്ട് നിന്നേ. സീറ്റ് ഒഴിഞ്ഞ ഗ്യാപ്പിൽ തന്നെ വേറെ ആരും ഇരിക്കാതിരിക്കും ഞങ്ങൾ ചാടി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ കായലാണ്. അതുകൊണ്ട് തന്നെ ഈ കടറ കായലോരം എന്നുള്ള പേര് ഭയങ്കര മാച്ചുമാണ്. വന്നിരുന്ന പാടന്നെ ഒരു ഏട്ടൻ വന്ന് ചോദിക്കുക നമ്മുടെ അടുത്ത് ഏത് മീനാണ് വേണ്ടതെന്നാണ് കേട്ടോ. വെറൈറ്റി മീൻ അവർ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ നമുക്ക് പൊരിച്ച് തരിക ചെയ്യുക. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. അവർ അത് ഉണ്ടാക്കി കഴിയുന്നവരെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇല ഇട്ടിട്ട് ഓരോന്നായിട്ട് വിളമ്പുള്ളൂ. ആദ്യം വിളമ്പിയത് കൈതച്ചക്കട അച്ചാറാട്ട. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ അത് രണ്ടാമത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓരോന്നോരോന്നായി കൂടെ വന്നേ. അതായത് ചമ്മന്തി ഉണ്ടായിരുന്നു, ഒരു കാളൻ, അങ്ങനെ 6 തരം വിഭവങ്ങളാണ് വിളമ്പിത്തരുന്നത്. പിന്നെ രസം, മോര്, പപ്പടം, പിന്നെ ചോറിനൊരു മീൻകറി, ഒരു പച്ചക്കറി. 80 രൂപയാണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഈ വിഭവങ്ങളൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ടേ ഒന്ന് വീഡിയോയ്ക്ക് പോസും ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയേ. പറയാൻ വിട്ടുവേ, ഞങ്ങൾ ഓർഡർ ചെയ്തത് ആവോലിയായിരുന്നേ. ഒരു ഫുൾ ആവോലിക്ക് 120 രൂപയാട്ടോ അവർ റേറ്റ് പറഞ്ഞത്. ഞങ്ങൾ ആളെണ്ണീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മീനൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കൈ കഴുകിയിട്ട് വരുമ്പോഴേ ഈ ആൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവേ. സേമിയായിരുന്നു കേട്ടോ പായസം. അതും ചെറിയ പാത്രത്തിലായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. വീണ്ടും വാങ്ങണമെന്നേ തോന്നിയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇനി അടുത്ത തവണയാവാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകുന്നേ. ടോട്ടലി ഒരു 800 രൂപയാട്ടാ ഞങ്ങൾക്ക് 4 പേർക്കും കൂടിയിട്ടുള്ള ഭക്ഷണത്തിന് ഇവിടെ ആയത്. അതിനുള്ള ഫുഡൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കടറ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പൊന്നാനി നടുവട്ടം കരിങ്കലത്താണി റോഡിലെ അയിനിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫാമിലിക്കായിട്ട് വരുന്നവർക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് തവണ ഈ കടറ ഫ്രണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. പോണ വഴിക്ക് ഐസ്ക്രീം കാരനെ കണ്ടപ്പോഴേ മനസ്സിനുണ്ടല്ലോ വേണ്ടാന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടാട്ടാ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തത്. കായലോരത്ത് പോയിട്ട് കായലോരത്തെ ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ച് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക.